ഈ വർഷത്തെ നീറ്റ് പരീക്ഷയിൽ മികച്ച ഒരു സ്കോർ കരസ്ഥമാക്കി. ഇപ്പോൾ കേരള മെഡിക്കലിൻ്റെ റാങ്ക് ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ നല്ല ഒരു മികവാർന്ന റാങ്കും കരസ്ഥമാക്കി. ഇതാ ബ്രില്യൻറ്റിലെ ഒരു വിദ്യാർത്ഥിനിയാണ് അവന്തിക. മോളെ വെൽക്കം. താങ്ക് യു. അപ്പോൾ വിക്ടറി ഡേക്കൊന്നും വരാൻ പറ്റിയില്ല അല്ലേ? വിക്ടറി ഡേക്ക് വരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ബ്രില്യൻറ്റിലേക്ക് വന്നതാണല്ലേ? അപ്പോൾ എന്ത് തോന്നുന്നു, ഈ ഒരു അവസരത്തിൽ നല്ലൊരു റാങ്കും അതുപോലെ തന്നെ നല്ലൊരു മാർക്കും കിട്ടി. അപ്പോൾ ഒരുപാട് നാളത്തെ ഒരു പ്രയത്നമായിരുന്നു നല്ലൊരു MBBS സീറ്റ് കിട്ടുക എന്ന് പറയുന്നത്. അപ്പം അതിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ എന്താണ് മോൾക്ക് തോന്നുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇന്ന് വന്നപ്പോൾ ഇത്രയും ഇവിടെ എനിക്കൊരു വെൽക്കം കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതിന് ഭയങ്കര താങ്ക് യു. എനിക്ക് ഇപ്പോൾ മിസ്സിനെ കാണാൻ പറ്റി. ഞാൻ പഠിച്ച ക്ലാസ് ടീച്ചേഴ്സ് ഇതായിരുന്നു. എൻ്റെ റിപ്പീറ്റ് ചെയ്തപ്പം അശ്വിത മിസ്സാണ് എൻ്റെ കൂടെ. എന്നെ ഭയങ്കര സപ്പോർട്ടായിരുന്നു മിസ്സ്. അപ്പോൾ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇന്ന് ഞാൻ ഡയറക്ടേഴ്സിനെ കണ്ടു, ശിവൻ സാറിനെ ഒക്കെ കണ്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് ഇതിവിടെ പറയാൻ പറ്റിയതിൽ ഭയങ്കര വലിയ സന്തോഷമുണ്ട്. അപ്പോൾ ഇനി അഡ്മിഷൻ്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലേ? ഇന്നിപ്പോൾ ഞാൻ അലോട്ട്മെന്റ് കൊടുത്തിട്ടിരിക്കുകയാണ്. എൻ്റെ കോളേജിന്റെ പ്രിഫറൻസ് ലിസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഏത് കോളേജാണ് മോൾക്ക് പഠിക്കാൻ ആഗ്രഹം? എൻ്റെ വീടിന് അടുത്താണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ്. അപ്പോൾ ഞാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജ് കിട്ടിയാൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അല്ലെങ്കിൽ ഞാൻ കോട്ടയം ഞാൻ പ്രിഫർ ചെയ്യുന്നുണ്ട്. മോൾ ആലപ്പുഴ പ്രോപ്പർ ആലപ്പുഴ തന്നെയാണോ? അതെ അതെ, ആലപ്പുഴ. അപ്പോൾ ഈ മെഡിക്കൽ ഫീൽഡിലേക്കുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ MBBS പോകാം എന്നുള്ളൊരു ആഗ്രഹം മോൾക്ക് എങ്ങനെയായിരുന്നു? മനസ്സിൽ ചെറുപ്പം മുതലേ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നോ? ചെറുപ്പത്തിൽ ഞാൻ ഭയങ്കര ഇങ്ങനെ പിള്ളേരിങ്ങനെ ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്ട് ആകത്തില്ല, അത് വേണം ഇത് വേണം. അതുപോലെ തന്നെ ഒത്തിരി പ്രൊഫഷൻ എൻ്റെ മനസ്സിലൂടെ പോയിട്ടുണ്ട്. പക്ഷെ എൻ്റെ അമ്മ അച്ഛനാണ് കറക്റ്റായിട്ട് എന്നെ ഗൈഡ് ചെയ്തിട്ട് ഒരു ഡോക്ടർ അവർക്ക് ഭയങ്കര പ്രൗഡായിരിക്കും. എൻ്റെ ബ്ലഡ് സ്ട്രീമിൽ ആദ്യത്തെ MBBS ഡോക്ടറാണ് ഞാൻ ആവാൻ പോണത്. അപ്പോൾ അമ്മ അച്ഛനാണ് കൃത്യമായി എന്നെ ഗൈഡ് ചെയ്തതും എനിക്ക് നല്ലൊരു പ്രൊഫഷനായിരിക്കും എന്നെ കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞതും എൻ്റെ അമ്മ അച്ഛനായിരുന്നു. കുടുംബത്തിൽ മറ്റു ഡോക്ടർമാരൊന്നുമില്ല? ഇല്ല, ഞാനാണ് ആദ്യത്തെ. കുടുംബത്തിലെ ആദ്യത്തെ ഡോക്ടറാണല്ലേ? അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റ് ആയിരിക്കുമല്ലോ എല്ലാവർക്കും. അതെ. അപ്പോൾ ഇനി മോളുടെ അമ്മയുടെ കുടുംബത്തിലായാലും അച്ഛൻ്റെ കുടുംബത്തിലായാലും എല്ലാവർക്കും ആ ഒരു എക്സൈറ്റ്മെന്റ്. അപ്പോൾ അവരൊക്കെ റിസൾട്ടൊക്കെ വന്ന് നല്ലൊരു മാർക്ക് കിട്ടി, അപ്പോൾ നല്ലൊരു മെഡിക്കൽ കോളേജിലേക്ക് മോള് ചൂട് വെക്കുവാണ് എന്ന് അറിഞ്ഞപ്പോൾ അവരൊക്കെ എന്താണ് പറഞ്ഞത്? ഭയങ്കര സന്തോഷമായിരുന്നു. ഞങ്ങൾ ബ്രില്യൻ്റ് എൻ്റെ ഓരോ സ്റ്റെപ്പിലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു പേടിയില്ലായിരുന്നു. ഫുള്ളി ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങൾക്ക്. എനിക്ക് 678 മാർക്കാണ് കിട്ടിയത്. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ഈ മോഡൽ എക്സാമിൻ്റെ ഒക്കെ ഒരു ടൈമിൽ എങ്ങനെയുണ്ടായിരുന്നു? ഒരു ഡൗണും അതുപോലെ തന്നെ മാർക്ക് കൂടുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടാകും. അപ്പം ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ എങ്ങനെയാണ് മോൾ ഓവർകം ചെയ്തത്? ഈ 678 എന്ന് പറഞ്ഞൊരു സ്കോറിലേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നോ? അതെനിക്ക് പറയാനുള്ള ഭയങ്കര കാര്യമാണ്. കാരണം ഞാൻ റിപ്പീറ്റ് ചെയ്തപ്പോൾ കുറച്ച് അബദ്ധങ്ങൾ എനിക്ക് പറ്റി. ഞാൻ റിപ്പീറ്റ് ചെയ്തപ്പോൾ അതൊക്കെ ഞാൻ ഓവർകം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് ഞാൻ അപ് ടു ഡേറ്റ് അല്ലായിരുന്നു. അപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്തപ്പോൾ ഞാൻ ഫുൾ അപ് ടു ഡേറ്റഡ് പഠിക്കുമായിരുന്നു. പിന്നെ എൻ്റെ പ്രൊഫസേഴ്സ് പറഞ്ഞു ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കണം. നമ്മളത് റിപ്പീറ്റ് ചെയ്തപ്പോൾ കുറച്ച് ലൈറ്റ്ലി ആയിട്ട് എടുത്ത കാര്യങ്ങൾ. പക്ഷേ റിപ്പീറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ കൃത്യമായി ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി അപ് ടു ഡേറ്റ് ആയിട്ട് പഠിച്ചു. പിന്നെ അവസാനത്തെ ഒരു 6 to 5 months മോഡൽ എക്സാംസ് ബ്രില്യൻ്റ് ഇടും. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഞാൻ ലേണിംഗ് ആപ്സിൽ എക്സാം എനിക്കത് അറിയത്തില്ല എന്തുമാത്രം എക്സാം എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മൾ എക്സാം എഴുതുമ്പോൾ ട്രോഫി തരും നമുക്ക്. അപ്പോൾ ഭയങ്കര ആവേശമായിരുന്നു. എൻ്റെ റൂംമേറ്റോടെ നോക്കടി നിനക്ക് എത്ര ട്രോഫി കിട്ടി, അങ്ങനെയൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ ഞാൻ ഒറ്റ മോളാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര പാടായിരുന്നു ഹോസ്റ്റലിൽ മാറി നിൽക്കാം. പക്ഷേ എൻ്റെ എമറാൾഡ് ഹോസ്റ്റൽ വാസ് വൺ ഓഫ് ദി ബെസ്റ്റ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇവിടെ അടുത്ത് തന്നെയാണ്, ക്യാമ്പസിനുള്ളിൽ തന്നെയാണ്, നമുക്ക് നടന്നു വരാവുന്ന രാവിലെ. അപ്പോൾ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ചിഞ്ചു മിസ് ആയിരുന്നു എൻ്റെ ഹോസ്റ്റൽ ഫ്ലോർ വാർഡൻ. ആൻഡ് ഓൾസോ എൻ്റെ ക്ലാസ് ടീച്ചർ അശ്വിത മിസ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും നല്ല പ്രൊഫസേഴ്സാണ്, നല്ല ടോപ്പ് ക്വാളിറ്റി പ്രൊഫസേഴ്സാണ്. എല്ലാവരോടും ഞാൻ ഭയങ്കര താങ്ക് യു പറയുന്നു. ഇപ്പോൾ ബ്രില്യൻ്റിൽ ഒത്തിരി ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഹോസ്റ്റലിലൊക്കെ? അതെ, അത് ഭയങ്കര പറയേണ്ട കാര്യങ്ങളാണ്. എനിക്ക് ലൈക്ക് ഫുൾ കേരളത്തിലെ പല പല ജില്ലയിൽ നിന്ന് വന്ന ഫ്രണ്ട്സ് കിട്ടിയിട്ടുണ്ട്. വേറെ എവിടെ പഠിച്ചാലും എനിക്ക് തോന്നുന്നില്ല ഇങ്ങനത്തെ ഫ്രണ്ട്സ് കിട്ടുന്നത്. ഇപ്പോഴും ഞാൻ അവരുടെ നല്ല ഫ്രണ്ട്ഷിപ്പ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇനി മെഡിക്കൽ കോളേജിൽ പോകുമ്പോഴും അവർ തന്നെയായിരിക്കും, ബ്രില്യൻ്റ് പഠിച്ച കുട്ടികളായിരിക്കും ഫുൾ അവിടെ വരാൻ പോകുന്ന ഒരു 80%. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ മോളുടെ ഈ ഫ്രണ്ട്സിനൊക്കെ എല്ലാവരും ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. അതെ, എൻ്റെ റൂംമേറ്റിലും ഞാനും കുറേ പിള്ളേരുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് പരിശ്രമിച്ചു, ഒന്നിച്ച് നേടി എന്ന് പറയുന്ന കുറേ പിള്ളേരുണ്ട്. മോളുടെ ഒരു സ്റ്റഡി പ്ലാൻ എങ്ങനെയായിരുന്നു? കൂടുതലും ക്ലാസ് കഴിഞ്ഞ് റൂമിലെത്തി പഠിക്കുന്ന ഒരു ടൈപ്പായിരുന്നു, അതോ രാവിലെ അലാറം വെച്ച് എഴുന്നേറ്റ് പഠിക്കുന്ന ഒരു രീതിയായിരുന്നു, അതോ കൂടുതൽ ടൈം റെഫറൻസിന് വേണ്ടി കണ്ടെത്തുന്നതായിരുന്നു? എങ്ങനെയായിരുന്നു? ഞാൻ ക്ലാസ് കഴിഞ്ഞാൽ ഇവിടെ ഉറപ്പായിട്ട് റെഫറൻസിന് ഇരിക്കുമായിരുന്നു. ഞാൻ അത് കഴിഞ്ഞ് ഒരു വൈകുന്നേരം 6:30 ഒക്കെ ആകുമ്പോഴേ പോകുമായിരുന്നു. നേരെ പോയിട്ട് ഞാൻ ഡിന്നർ കഴിച്ചിട്ട് പിന്നെ ഫുൾ ഇരുന്ന് പഠിത്തമായിരിക്കും. ഞാൻ കൂടുതലും ഈ നൈറ്റ് ഔൾ എന്നൊക്കെ കേട്ടില്ല, അതുപോലെ രാത്രി ഇരുന്ന് പഠിക്കുന്ന കൂട്ടില്ല. രാത്രി 2 മണി 3 മണിയൊക്കെ ഇരുന്ന് പഠിക്കുമായിരുന്നു. എമറാൾഡ് ഹോസ്റ്റൽ അടുത്തായതുകൊണ്ട് എനിക്ക് ഗുണം രാവിലെ ജസ്റ്റ് ഒരു 1 hour മുമ്പ് എണീറ്റാൽ മതി, പെട്ടെന്ന് റെഡി ആയി പോകുമായിരുന്നു. ഒട്ടും ഞാൻ സമയം കളയില്ലായിരുന്നു റെഡി ആവാനൊക്കെ. അപ്പം അതുകൊണ്ടാണ് നിങ്ങൾ എമറാൾഡ് ഹോസ്റ്റൽ തന്നെ കിട്ടാൻ പരിശ്രമിക്കുക. നല്ല മാർക്ക് കൊണ്ട് നിങ്ങൾക്ക് അത് തന്നെ കിട്ടും. അപ്പോൾ ഭയങ്കര എളുപ്പമായിരിക്കും, നിങ്ങൾക്ക് ഒത്തിരി ടൈം സേവ് ചെയ്യാൻ പറ്റും. ഞാൻ കൂടുതലും രാത്രിയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നീറ്റിന് വേണ്ടി തയ്യാറെടുക്കുന്ന, നീറ്റ് 2025 വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികളോടായിട്ട് മോൾക്ക് എന്താ പറയാനുള്ളത്?
നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഞാൻ ചെയ്ത അബദ്ധങ്ങൾ നിങ്ങൾ ചെയ്യാണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ചാൻസിൽ തന്നെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. അന്നെന്നുള്ളത് പഠിക്കുക, പിന്നെ പ്രൊഫസേഴ്സ് പറയുന്ന കേൾക്കുക. എല്ലാം ഞാൻ ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന പിള്ളേർക്ക് ചിലപ്പോൾ എൻ്റെ കൂടെ പഠിച്ച 2 പേർക്ക് ഇങ്ങനെ അബദ്ധം പറ്റിയത് എനിക്കെല്ലാം അറിയാമെന്നുള്ളൊരു ക്ലാസ് ശ്രദ്ധിക്കത്തില്ലായിരുന്നു. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നല്ല സ്പീക്കറൊക്കെ വെച്ചിട്ട് നല്ല സ്മാർട്ട് ക്ലാസ്സിലൊക്കെയാണ് അവർ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതൊക്കെ മാക്സിമം ഉപയോഗപ്പെടുത്തുക. നിങ്ങൾ റെഫറൻസിന് ഇരിക്കുക, ഡിസ്ട്രാക്ഷനൊക്കെ ഒഴിവാക്കുക. നല്ലോണം പഠിച്ച് ടെൻഷൻ ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ചാൻസ് തന്നെ ഉറപ്പായിട്ടും കിട്ടും. നിങ്ങളുടെ ഫേവറേറ്റ് സബ്ജക്റ്റ് ഏതായിരുന്നു? എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് ബയോളജി ആയിരുന്നു. ബയോളജി ആയിരുന്നല്ലേ? ഏറ്റവും കൂടുതൽ മാർക്ക് ബയോളജിക്കാണോ കിട്ടിയത്? അതെ. എന്താണ് മാഡത്തിൻ്റെ പേര്? എൻ്റെ പേര് സ്മിത. എന്താണ് വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ലില്ല. അപ്പോൾ എന്താണ് തോന്നുന്നത് ഈ ഒരു അവസരത്തിൽ? ഇപ്പോൾ ബ്രില്യൻറ്റിലേക്ക് വീണ്ടും വന്നു, അപ്പോൾ എല്ലാവരും അധ്യാപകരെ കണ്ടു, അപ്പോൾ ആ ഒരു നേട്ടം നേടി ഇപ്പോൾ മാലയൊക്കെ ഇട്ടിങ്ങനെ നിൽക്കുകയാണ്, മെഡലും അതുപോലെ തന്നെ മൊമെൻ്റൊക്കെ കരസ്ഥമാക്കിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അല്ലേ? അപ്പോൾ എല്ലാ കുട്ടികളുടെ ഒരു സ്വപ്നമായിരിക്കുമല്ലോ പഠിക്കുന്ന സമയത്ത് ഇതുപോലൊരു മൊമെൻ്റോയും അതുപോലെ തന്നെ മാലയൊക്കെ കിട്ടി നിൽക്കുക എന്ന് പറയുന്നത്. നിർഭാഗ്യവശാൽ വിക്ടോറിയയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് പറയാനുള്ളത്? ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യം. ബ്രില്യൻ്റ് ആയതുകൊണ്ടായിരിക്കണം ഞങ്ങൾക്ക് ഇങ്ങനൊരു അവസരം ഞങ്ങൾക്കിപ്പോൾ കിട്ടിയത്. ഇത്രയും ലേറ്റായിട്ടും ഇവിടെ വന്ന് ഇതുപോലൊരിത് കിട്ടിയത് ബ്രില്യൻ്റ് ആയതുകൊണ്ട് മാത്രമായിരിക്കണം. ഒന്ന് പറയാനുള്ളത്, എനിക്കിപ്പോൾ ഒറ്റ മോളാണ്. അപ്പം ഞങ്ങൾ ഒരുമിച്ച് തന്നെ വന്നിരിക്കുന്നതാണ്. അപ്പം മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ ഞാൻ സ്ട്രെസ് ഫ്രീ ആയിട്ട് നിന്നത് ബ്രില്യൻ്റ് ആയതുകൊണ്ട് മാത്രമാണ്. പിന്നെ ഒറ്റ മോളായതിൻ്റെ പ്രശ്നം ഈ മറ്റേ നമ്മുടെ ടോയ്ലറ്റ് അങ്ങനെ ഹൈജീൻ അങ്ങനെ കുറേ ഇഷ്യൂ ഉള്ള ഒരാളാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയായിരുന്നു. അത് പഠിത്തത്തെ സഹായിച്ചു. കാരണം നീറ്റായിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇതാകുമ്പോൾ പഠിക്കാനും പറ്റുന്നുണ്ട്. അതുപോലെ പ്രത്യേകിച്ച് പറയേണ്ടതാണ് മിസ്സിൻ്റെ കാര്യം. ഇത്രയും നല്ലൊരു മിസ്സിനെ കിട്ടിയപ്പോൾ അവൾ ഭയങ്കര കംഫർട്ടായിരുന്നു. നമുക്ക് ടെൻഷനില്ല, വീട്ടിലൊന്നും ഇല്ല. അപ്പം ഈ എക്സാമിൻ്റെ ഇതിനും നമ്മൾ വലിയ പ്രഷർ എടുക്കുന്നുണ്ടായിരുന്നില്ല. കാരണം സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്നുണ്ട് കാര്യങ്ങൾ. നമുക്ക് ഓവർ പ്രഷറിൻ്റെ കാര്യമേ ഇല്ല. എല്ലാം കൂളായിട്ട് തന്നെ പോയി. ഭയങ്കര ഹാപ്പിയായിരുന്നു. കാരണം നമ്മുടെ വീട്ടുകാരും എല്ലാവരും ഭയങ്കര ഹാപ്പി. നമ്മളുടെ ആ ഒരു അവിടെ ഒരാളെ ഉണ്ടാവുക, ഒരു ഡോക്ടർ ആവുക എന്നുള്ളൊരിത് ഭയങ്കരമായിട്ടൊരു സന്തോഷം ഞങ്ങൾക്കിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ മോള് ഇപ്പോൾ പറഞ്ഞു ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്, ഹോസ്റ്റലിൽ വന്നൊക്കെ താമസിക്കുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് വിളിച്ച ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കാറൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ കൂടുതലും ഇതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും മോള് പറയാറുള്ളത്? ഡെയിലി അന്നു നടക്കുന്ന കാര്യങ്ങൾ പറയാന്നുള്ളൊരു ശീലം ആൾക്കുണ്ട്. ക്ലാസ്സിലെ കാര്യങ്ങളായിക്കോട്ടെ, റൂമിലെ എല്ലാ ചെറിയ കാര്യങ്ങളും പറയും. പിന്നെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എക്സാമിൻ്റെ തലേദിവസം ഒരു ചെറിയ ടെൻഷൻ ഉണ്ടാകുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ആ ടെൻഷൻ്റെ പുറത്ത് ആ ചേട്ടി ഇച്ചിരി ബ്ലാങ്ക് ആകും. അത് മാത്രമായിരുന്നു നമുക്ക് ആദ്യത്തെ വർഷം വന്നപ്പോൾ ഉണ്ടായ ഒരു ബുദ്ധിമുട്ട്. എക്സാമിൻ്റെ തലേദിവസം നമ്മൾ വിളിച്ച് കരയും, ഒരു പ്രഷർ ഉണ്ടായിരുന്നു. പക്ഷെ രണ്ടാമത്തെ വർഷം വന്നപ്പോൾ ആ ഒരു പ്രഷറേ ഉണ്ടായിരുന്നില്ല. നമ്മളും ഹാപ്പി ആയിരുന്നു, ആളും ഹാപ്പി ആയിട്ടും ഈസി ആയിട്ട് അങ്ങ് പോയി. അതാണ് മോള് പറഞ്ഞത്, റിപ്പീറ്റ് ചെയ്തപ്പം ഉണ്ടായിരുന്ന ചില മിസ്റ്റേക്കുകളൊക്കെ മോൾക്ക് പരിഹരിച്ച് മുമ്പോട്ട് പോകാൻ സാധിച്ചു. അതുകൊണ്ടാണ് ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിയത്. കാരണം ഞങ്ങൾക്ക് ഫസ്റ്റ് ഇയർ റിസൾട്ട് വന്നപ്പം ഒരു 560 ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സെൽഫ് ഫിനാൻസിങ് എടുക്കണോ, ഭയങ്കര ഒരു കൺഫ്യൂഷൻ പീരീഡ് ആയിരുന്നു ആ സമയത്ത്. പിന്നെ നമ്മൾ വിചാരിച്ചു ഒരു വർഷം കൂടെ ഒന്ന് ശ്രമിച്ചു നോക്കാം, ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇതാവുന്നു. അപ്പോൾ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ മാർക്ക് കിട്ടുന്നുണ്ടായിരുന്നു. 700 വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു ചെറിയൊരു കോൺഫിഡൻസിൽ അങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പം റിസൾട്ട് വന്നപ്പോഴത്തേക്ക് ഹാപ്പി, നല്ല നമ്മൾ പ്രതീക്ഷിച്ചു ആ ഒരു രീതിയിൽ തന്നെ പോയി. അപ്പോൾ അവന്തികയായാലും അവന്തികയുടെ അമ്മയാണെങ്കിലും എപ്പോഴും പറഞ്ഞ ഒരു കാര്യമാണ് മിസ്സിൻ്റെ ഒരു സപ്പോർട്ട്. അപ്പോൾ മിസ്സിന് എന്താണ് മോളെക്കുറിച്ച് പറയാനുള്ളത്? അവന്തിക ആദ്യമായിട്ട് ഞാൻ അവന്തികനെ കാണുന്ന ഇപ്പം ക്ലാസ്സിൽ നമ്മൾ ആദ്യത്തെ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല, ആദ്യത്തെ സമയത്തൊന്നും. പിന്നെ നമ്മളോട് തന്നെ ഇങ്ങോട്ട് വന്ന മിസ്സേ എനിക്ക് കുറച്ച് ടെൻഷൻ ആവുന്നു, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും ഓടി വരുമായിരുന്നു. മിസ്സേ എനിക്ക് ഇപ്പം നമ്മൾ വീട്ടിലേക്ക് ഞാൻ പോവുകയാണെങ്കിലും ചിലപ്പോൾ നമ്മളെ വിളിക്കും, ഫോണിൻ്റെ ഒക്കെ ആണെങ്കിൽ മിസ്സ് എന്താ വരാത്തേന്ന് പറഞ്ഞ് പെട്ടെന്ന് വിളിക്കും. അപ്പം അങ്ങനെ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഒരു കുട്ടി നമ്മളെ കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ആ കുട്ടീനെ ശ്രദ്ധിക്കുമല്ലോ. അപ്പം പയ്യെ നോക്കുമ്പോൾ അവൾ പഠിക്കുന്നുണ്ട്, നല്ലപോലെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻഷനാണ്. എക്സാമിൻ്റെ സമയത്ത് ടെൻഷൻ, അല്ലെങ്കിൽ അതിന് മുന്നേ എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷൻ. അതൊക്കെയാണ് അവൾക്ക് കൂടുതലും അവളെ ഇങ്ങനെ എഫക്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ പയ്യെ വന്നപ്പോൾ അവൾക്കൊരു കോൺഫിഡൻസ് വന്നു തുടങ്ങി. അതുള്ള മാർക്കിൽ നല്ലപോലെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ആദ്യത്തെ ഒരു റിപ്പോർട്ട് കാർഡ് എടുത്താൽ തന്നെ ആദ്യത്തെ ഒരു എക്സാമിന്, ആദ്യത്തെ വീക്കിലി എക്സാമിൽ നിന്ന് അത് മുന്നോട്ട് വരുമ്പോൾ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിരുന്നു. ഗ്രാഫ് ഉയരുന്ന രീതിയിൽ തന്നെ മാർക്ക് വന്നു. അപ്പോൾ മോൾ ഈ ടെൻഷന്റെ കാര്യമൊക്കെ പറയുമ്പോൾ മിസ് എന്താണ് പറയാറുള്ളത്? ടെൻഷന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ പറയും എന്തായാലും നമുക്ക് ടെൻഷൻ വരാം, ഓക്കെ നമ്മൾ ഇത്രയും സ്ട്രെസ്സിലാണ് പഠിക്കുന്നത്, നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിന്നാണ് പഠിക്കുന്നത്. പക്ഷെ പയ്യെ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അവൾക്ക് പറ്റുന്ന അവളുടെ 100% പഠിക്കാനാണ് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എക്സാമിന് ശേഷം കീ ഒക്കെ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു നല്ലൊരു സ്കോർ എത്തി എന്നുള്ളത് ഒരു നമ്മൾ അറിഞ്ഞല്ലോ. അപ്പോൾ എന്താണ് മോള് വിളിച്ച് പറഞ്ഞോ? വിളിച്ച് പറഞ്ഞായിരുന്നു. അതിന് മുന്നേ എക്സാമിന് പോകുന്നതിന് മുന്നേ വിളിച്ചായിരുന്നു. അപ്പോൾ അവൾക്ക് ആകെ സങ്കടം ഉണ്ടായിരുന്നത് അവൾ ഉദ്ദേശിച്ച സ്കോറിലേക്ക് എത്തിയില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു സാരില്ല, നമ്മൾ എന്തായാലും എക്സാം കഴിഞ്ഞു, എന്തായാലും നമുക്ക് ക്വാളിഫൈ ആവും എന്തായാലും. അതുകൂടാതെ നമുക്ക് നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടാനുള്ള മാർക്ക് നിനക്ക് എന്തായാലും കിട്ടും. അപ്പോൾ നീറ്റിൻ്റെ ഇപ്പോൾ റിസൾട്ട് വന്നപ്പോഴാണെങ്കിൽ ആദ്യം 683 ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ആ ക്വസ്റ്റ്യൻസിൽ ഒരു ഇത് വന്നുകൊണ്ടാണ് അത് ഒരു മാർക്ക് കുറഞ്ഞ് 608 ആയത്. പക്ഷെ അപ്പോഴും അവളിപ്പോൾ ഹാപ്പിയാണ് എന്തായാലും, അത് മതി. എന്തായാലും വീടിന് തൊട്ടടുത്തുള്ള ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ?
അപ്പോൾ അവന്തിക മോൾ ആഗ്രഹിച്ച ആ ഒരു മെഡിക്കൽ കോളേജ് അല്ലേ, വീടിൻ്റെ അടുത്തുള്ള മെഡിക്കൽ കോളേജ് കേരളത്തിലെ മികച്ച മെഡിക്കൽ കോളേജുകളിലൊന്നാണ്. ആലപ്പുഴയിൽ തന്നെ എത്തട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. ഇപ്പോൾ ഇനി അലോട്ട്മെൻറ്റിൻ്റെയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തിരക്കുകളിലോട്ടൊക്കെ പോവുകയായിരിക്കും. അപ്പോൾ വീണ്ടും ബ്രില്യൻറ്റിലേക്ക് വരിക, ടെൻഷനൊക്കെ മാറ്റി വെച്ച് ഇനി മുമ്പോട്ട് പോവുക. അപ്പോൾ കുറച്ചെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ അത് മാറ്റി വെക്കുക. കാരണം ഇപ്പോൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തി, ഇപ്പോൾ ഇനി നല്ലൊരു ഡോക്ടറായി വരിക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കരിയറിലൊക്കെ എത്തിയതിന് ശേഷം വീണ്ടും ബ്രില്യൻറ്റിലേക്ക് വരണം. എല്ലാവരെയും ക്ലാസ് ടീച്ചറിനെ അതുപോലെ അധ്യാപകരെയൊക്കെ കാണണം. ഓക്കെ, അപ്പോൾ ഇനി വരുന്ന പരീക്ഷകളിലും ഭാവി പരീക്ഷകളിലും എല്ലാം ഇതുപോലെ തന്നെ മികച്ച വിജയം നേടാനായിട്ട് മോൾക്ക് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.